വേദിയിൽ സാന്നിധ്യമായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ, ഈ പരിപാടി വീക്ഷിക്കാനും ഇതിൽ സാന്നിധ്യം അറിയിക്കാനും ഇതിനെ അഭിവാദ്യം ചെയ്യാനും ഇതിൽ പങ്കാളികളാകാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ആമുഖമായി നേരുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച, ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ തങ്കത്താഴിക കുടങ്ങൾ തകർന്നു വീണതിൻ്റെ, ബാബരി മസ്ജിദിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ 32 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇന്ത്യ രാജ്യം പുലർത്തിപ്പോന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് നിതാന്തമായി ലോകത്തിനു മുമ്പിൽ യശസ്സോടുകൂടി ഉയർത്തി നമ്മൾ അഭിമാനത്തോടുകൂടി ഏവരോടും പറയുന്ന മതേതരത്വമെന്ന, സാഹോദര്യമെന്ന, വൈജാത്യമെന്ന, നാനാത്വത്തിൽ ഏകത്വമെന്ന, ലോകത്ത് ഒരു രാജ്യത്തും കാണാൻ പറ്റാത്ത തരത്തിൽ വിവിധ മതങ്ങൾ, ഗോത്രങ്ങൾ, മതമില്ലാത്തവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ ഒരുമിച്ച് കഴിയുന്ന ഒരു മഹത്തരമായ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ രാജ്യത്തിന്റെ മതേതരത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തലയെടുപ്പോടുകൂടി നിലനിന്നിരുന്ന ഇവിടത്തെ മുസ്ലിം മതവിശ്വാസികൾ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രബല മതവിഭാഗമായ മുസ്ലിം ജനവിഭാഗം നൂറ്റാണ്ടുകളോളം അവരുടെ ആരാധന നിർവഹിച്ചിരുന്ന ഒരു ആരാധനാലയം നിരവധി ആസൂത്രണങ്ങളോടുകൂടി 992 ഡിസംബർ 6 ഇന്ത്യ രാജ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവരെ രാജ്യത്ത് ഒരു സ്വാധീനവുമില്ലാത്ത RSS എന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ ആ പ്രാർത്ഥനാലയത്തെ, ബാബരിയെ തകർക്കുകയാണ്. ഇന്ത്യയുടെ മുഴുവൻ സംവിധാനങ്ങളും നോക്കുകുത്തിയായി നീതിന്യായ സംവിധാനങ്ങൾ, പോലീസ്, പട്ടാളം, ഭരണകൂടം മുഴുവൻ നോക്കി നിൽക്കെ RSSന്റെ ഖാബാലികർ, ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്തിന്റെ മുഖത്തിന് ഘോരം ഘോരം പ്രഹരിച്ചു. ആ പ്രഹരത്തിൽ നിന്ന് ഇന്നും ഇന്ത്യ രാജ്യത്തിന് മോചനം നേടാൻ സാധിച്ചിട്ടില്ല എന്നാണ് വർത്തമാന ഇന്ത്യ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദിനെ കുറിച്ച് ഈ രാജ്യത്തെ സംഘപരിവാർ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ കുറിച്ച്, ഇങ്ങനെ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഞങ്ങൾ നിർഭയത്വത്തോടുകൂടി രാജ്യത്തെ ജനങ്ങളോട് നമ്മൾ പറയുമ്പോൾ ഞങ്ങൾക്ക് നേരെ ഒരുപാട് പേരുകൾ ചാർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെ ഈ രാജ്യം നേരിടാൻ പോകുന്ന അപകടകരമായ ഒരവസ്ഥയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഇന്ന് മുഖ്യധാര എന്നോ സാമ്പ്രദായികമെന്നോ അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും
അതങ്കവിലക്കിടക്കാതെ ഈ രാജ്യത്തിന്റെ യഥാർത്ഥമായി തന്നെ നിലനിൽക്കുമെന്ന് മൂഢമായി വിശ്വസിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. മാത്രമല്ല, സംഘപരിവാരത്തിന് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനാധിപത്യത്തിനെ തകർത്തുകൊണ്ട്, ഈ രാജ്യത്തിന്റെ ഫെഡറലിസത്തെ തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് അഴിഞ്ഞാടാനുള്ള എല്ലാ സാഹചര്യവും അവർ ഒരുക്കിക്കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഡിസംബർ 6 ബാബറിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല ഭവിഷ്യത്തുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ബാബരിയെ കുറിച്ച് ചോദിക്കുമ്പോൾ, ബാബരിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സുധാകരൻ, ബഹുമാന്യനായ സുധാകരൻ പറഞ്ഞത് എന്താ? അത് ജാംബാവന്റെ കാലത്തൊരു വിഷയമാണെന്നാ പറഞ്ഞത്. പക്ഷെ സുധാകരനോടും സുധാകരന്റെ പാർട്ടിക്കാരും അന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ട് RSSന് ബാബരി മസ്ജിദ് തകർക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് എന്ന് രാജ്യത്തുള്ള ഒരു മനുഷ്യരും ഇതുവരെ മറന്നിട്ടില്ല. അപ്പോൾ ബാബരിയെ കുറിച്ച് കോൺഗ്രസുകാരോട് സുധാകരനോടൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പ്രശ്നമുണ്ടാകും, അവർക്ക് മറുപടി ഉണ്ടാകുമില്ല. പക്ഷേ ആർക്കെല്ലാം മറുപടി ഇല്ലെങ്കിലും, ആരെല്ലാം ബാബരിയെ മറവിക്ക് വിട്ടുകൊടുത്താലും, ഏതെല്ലാം ശക്തികൾ ബാബരിയെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചാലും, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് നീതി പുലരുന്ന, ബാബരിക്ക് വേണ്ടി നീതി പുലരുന്ന ഒരു കാലമുണ്ടാകുന്നതുവരെ ഈ രാജ്യത്ത് ഞങ്ങൾ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പലരും വിചാരിച്ചു, പല കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും ലീഗുകാരും പല ആളുകളും വിചാരിച്ചു, ഒരു ബാബരിയല്ലേ തകർത്തിട്ടുള്ളത്, ആ ബാബരി തകർത്തു, ആ വിഷയം അതോടുകൂടി അവസാനിച്ചു. മുസ്ലിങ്ങൾ സംയമനം പാലിക്കണം, അവർ മറ്റൊരു തരത്തിലേക്ക് പോകരുത്, കാരണം അവർ മറ്റൊരു തരത്തിലേക്ക് പോയാൽ രാജ്യം കലുഷിതമാകും എന്നിവിടത്തെ മതേതരം പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഉദ്ഘോഷിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ മുസ്ലിങ്ങൾ എങ്ങും പോയില്ല, മുസ്ലിങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. പക്ഷേ അവർ എന്താ ചെയ്തത്? അവർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്, ഇവിടത്തെ മതേതരത്തെ വിശ്വസിക്കുന്നവരാണ്, ഇവിടത്തെ ഭരണഘടനയെ അംഗീകരിക്കുന്നവരാണ്. അവർ ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ബാബരിയുടേതായ നിയമ പോരാട്ടങ്ങൾക്കുമായി അവർ മുന്നോട്ട് പോയി. ബാബരിയെ തിരിച്ചുപിടിക്കാൻ അവർ മുന്നോട്ട് പോയി. ഈ രാജ്യത്തിന്റെ നീതിവിശ്വാസത്തെ, നീതിന്യായ സംവിധാനത്തിന് വിശ്വാസമുള്ള ഒരു സമൂഹം എന്ന നിലക്ക് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷേ അവിടെയും ആ വിഭാഗത്തിന് തിരിച്ചടി നേരിട്ടു. പക്ഷേ അതൊരു വിഭാഗത്തിന്റെ തിരിച്ചടിയാണെന്ന് മാത്രമായി ചുരുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതി 2019 നവംബർ 19 സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ ബാബരി മസ്ജിദ് ഇരുന്ന സ്ഥലവും ബാബരി മസ്ജിദും ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾക്ക് രാമക്ഷേത്രം പണിയാൻ വിട്ടുകൊടുക്കാനുള്ള വിചിത്ര വിധിയുമായിട്ടാണ് ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി വിധി എഴുതിയത്. ഒന്ന് ആലോചിച്ചു നോക്കുക. സുപ്രീം കോടതിയുടെ അന്നത്തെ ജഡ്ജിമാരുടെ പാനലിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ ഈ അടുത്ത് വിരമിച്ചിട്ടുള്ള ബഹുമാന്യനായ ജസ്റ്റിസ് ചന്ദ്രചൂഡ്, അദ്ദേഹത്തിന്റെ ജോലിയുടെ അവസാന ഘട്ടത്തിൽ വിരമിച്ചതിന് ശേഷം അദ്ദേഹം പത്രമാധ്യമങ്ങളോട് എന്താ പറഞ്ഞത്? ബാബരി മസ്ജിദിന്റെ വിധി എഴുതാൻ
ബാബരി മസ്ജിദിന്റെ വിധി എഴുതുന്നതിന് വേണ്ടി തയ്യാറെടുത്തപ്പോൾ ഞാൻ പലവട്ടം ആലോചിച്ചു, പലവട്ടം പ്രാർത്ഥിച്ചു. അങ്ങനെ അവസാനം എനിക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എനിക്ക് ഉത്തരം ലഭിച്ചു. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? ആ ഉത്തരമാണ് 5ഓളം വരുന്ന ജഡ്ജിമാര് ഇന്നേവരും സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളിൽ ഏത് ജഡ്ജിമാരാണ് വിധി എഴുതിയത് എന്ന് പരാമർശിക്കാതെ ഇന്ത്യയുടെ ജുഡീഷ്യറി സംവിധാനത്തിൽ ഒരു വിധിന്യായമുണ്ടെങ്കിൽ അത് ബാബരി മസ്ജിദിന്റെ വിധിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് ചന്ദ്രചൂഡൻ നമ്മളോട് ഈ അടുത്ത് പറഞ്ഞത് എന്താ? ദൈവവിളി ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ബാബരി മസ്ജിദിന് വിധി എഴുതിയത്. എന്താണ് ബാബരി മസ്ജിദിനെതിരെ വിധി എഴുതിയത്? വിധിന്യായത്തിൽ പറയുന്നത് എന്താ? ബാബരി മസ്ജിദിനകത്ത് സംഘ് പരിവാർ ശക്തികൾ രാംലല്ല, രാമന്റെ ചെറിയ വിഗ്രഹം കൊണ്ട് സ്ഥാപിച്ചത് അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്, അത് തെറ്റാണ്. അവിടെ കടന്നു കയറിയിട്ടുള്ള രാമവിഗ്രഹം സ്ഥാപിച്ചത് അത് തെറ്റാണ്. അവിടെ പൂജ നടത്തിയത് തെറ്റാണ്. അവിടെ സംഘ് പരിവാറുകാർ, RSSകാർ രാമക്ഷേത്രത്തിൽ ബാബരി മസ്ജിദിൽ കയറി അക്രമം നടത്തിയത്, കരസേവ നടത്തിയത്, അതിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർത്തത് ക്രിമിനൽ പ്രവൃത്തിയാണ് എന്ന് വളരെ അസന്നിഗ്ധമായി ഒരു അർത്ഥശങ്കക്കുമിടയില്ലാതെ ഇന്ത്യയിലെ സുപ്രീം കോടതി വിധിന്യായത്തിൽ എഴുതി വെക്കുന്നു. എന്നിട്ടോ അങ്ങനെ മുഴുവൻ കുറ്റവും ചെയ്തത് സംഘ് പരിവാരാണ്, അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് എഴുതി വെച്ചതിന് ശേഷം അവസാനത്തെ വിചിത്രമായ വിധി പറയുകയാണ്. എന്താണ് വിധി? ബാബരി മസ്ജിദ് ഇരിക്കുന്ന സ്ഥലം ഹിന്ദുത്വ ശക്തികൾക്ക്, സംഘ് പരിവാറുകാർക്ക്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകൾക്ക് ശ്രീരാമ ട്രസ്റ്റിന് വിട്ടുകൊടുക്കാൻ ബഹുമാനായ സുപ്രീം കോടതി വിധിക്കുകയാണ്. എത്ര നീതിബോധം! എത്ര നീതിബോധമാണ്! എത്ര വിചിത്രമായ ഒരു വിധിയാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വന്നത് എന്ന് നാം ഓർക്കണം. അന്നും നമ്മൾ തെരുവിലുണ്ട്. സുപ്രീം കോടതിയുടെ വിധി അന്ന് വന്നു രാജ്യത്തിന്റെ തിരുവോരങ്ങളിൽ നമ്മൾ ചോദ്യം ചെയ്തു. സുപ്രീം കോടതി വിധി അന്യായമാണ്, ഇത് വിചിത്ര വിധിയാണ്, ഇത് നീതി നിഷേധമാണ് എന്ന് നിർഭയത്വത്തോടുകൂടി ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഉച്ചസ്ഥിരം മുദ്രാവാക്യം വിളിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ അന്നും കൃത്യമായിട്ട് പറഞ്ഞു, ബാബരി മസ്ജിദ് മാത്രമല്ല സംഘ് പരിവാറിന്റെ പ്രശ്നം, ആ ഒരു ബാബരി മസ്ജിദ് ഒരു പ്രശ്നപരിഹാരത്തിന്റെ പേരിൽ നിങ്ങൾ അത് സംഘ് പരിവാരത്തിനോ ഹിന്ദുത്വ ശക്തികൾക്കോ ഹിന്ദുക്കൾക്കോ നിങ്ങൾ വിട്ടുകൊടുത്താൽ ഇവിടത്തെ മറ്റു മുഴുവൻ മുസ്ലിം പള്ളികളും മറ്റു ക്രിസ്ത്യൻ ചർച്ചുകളും ഇവിടെ സംരക്ഷിക്കപ്പെടുമോ എന്ന് ഞങ്ങൾ ചോദിച്ചു. ഒരാളും അതിന് എല്ലാം ഇവിടത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞത് എന്താ? അതോടുകൂടി ആ വിഷയം ഇവിടെ അവസാനിക്കുമെന്നാ പറഞ്ഞത്. പക്ഷേ RSSന്റെ സംഘ് പരിവാരത്തിന്റെ ഹിന്ദുത്വ ഫാസിസത്തിന്റെ അജണ്ട വച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ, അതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ അതെല്ലാം ഈ രാജ്യത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നിഷേധിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഈ രാജ്യം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി അജണ്ട വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് RSS എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 100 വർഷത്തോളമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈ സംഘടന ഈ രാജ്യത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി എഴുതി വെച്ചിട്ട് കൃത്യമായ സൈനിക ചിട്ടയോടുകൂടി ഈ രാജ്യത്തെ പ്രവർത്തകരെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അവർ ഈ രാജ്യത്തിന്റെ വിവിധ തെരുവോരങ്ങളിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള അജയ്യമായ ഒരു പ്രവർത്തനത്തിലാണ് സംഘ് പരിവാരമുള്ളത്.
അത് മനസ്സിലാക്കാതെ, അതിനെക്കുറിച്ച് പഠിക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അവിടെയാണ് ഇവിടത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് തെറ്റുപറ്റിയത്. ഇന്നിപ്പോൾ രാഹുലിന്റെ നേതൃത്വത്തില് സ്നേഹത്തിന്റെ കട തുറക്കാൻ പോകുന്നുണ്ട്. ഇന്ന് കോൺഗ്രസുകാര് BJPക്കെതിരെ, ഫാസിസത്തിനെതിരെ വലിയ മുന്നണിയും മൂവ്മെന്റും ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കട്ടെ നിങ്ങളോട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അത് പറഞ്ഞതാ. ഇവിടെ മാംസത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് അഹ്ലാക്കുമാരെ തെരുവോരത്തിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമ്പോൾ, അരുത് കാട്ടാള, തല്ലിക്കൊല രാജ്യത്ത് നിർത്തൂ എന്ന് തെരുവോരത്തിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു രാഹുൽ ഗാന്ധിയുടെയും പാർട്ടിക്കാരെയും, ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെയും, ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരെയും ഈ രാജ്യത്ത് ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിക്കാൻ, അഖിലാക്കുമാർക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറാകാതിരുന്നതിന്റെ ഫലമാണ് ഇന്ന് രാജ്യത്തെ വസ്ത്രത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, നമസ്കരിച്ചതിന്റെ പേരിൽ, താടി വെച്ചതിന്റെ പേരിൽ, മുസ്ലിമിന്റെ പേരിട്ടതിന്റെ പേരിൽ, നീളം കൂടിയ ജുബ്ബ കൂർത്ത ധരിച്ചതിന്റെ പേരിൽ തെരുവോരങ്ങളിൽ പട്ടിയെ പോലെ, മൃഗങ്ങളെ പോലെ തല്ലിക്കൊല്ലപ്പെട്ട് ജീവച്ഛവമായി ചത്തൊടുങ്ങേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം അധംപതിക്കാനുണ്ടായ ഒരു കാരണം ഇവിടത്തെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളുടെ കുടിലമായ നിശബ്ദതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ടും അവർ ഇപ്പോൾ നമ്മളോട് മതേതരത്തെ കുറിച്ച് പറയുന്നു. നിങ്ങൾ മൗനിയാകണം, നിങ്ങൾ ബാബരിയെ കുറിച്ച് ശബ്ദിക്കരുതെന്നാ പറയുന്നത്. നമ്മൾക്കറിയാമല്ലോ, ഇപ്പോൾ ഏകദേശം RSSകാരുടെ കയ്യിലെ കണക്കെന്താ? ഈ രാജ്യത്തെ ബാബരിയുടെ കണക്ക് മാത്രമല്ല, മറിച്ച് ഏകദേശം 3600ഓളം പള്ളികളുടെ കണക്കുണ്ട്. പള്ളികൾ എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പള്ളി. രണ്ടാമത്തെ ലിസ്റ്റ് അത് ഈ രാജ്യത്തെ ക്രൈസ്തവരുടെ ചർച്ചുകളെ കുറിച്ചാ. ഇപ്പൊ നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വഖഫ് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഭേദഗതി ബില്ല് 2024 പാർലമെന്റിൽ അവതരിപ്പിക്കാനായിട്ട് JPCയുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റിയുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ടിട്ട് കാസക്കാരും ഹിന്ദുത്വ ശക്തികളും തമ്മിൽ യോജിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ അവരുടെ ആരാധനയും അവരുടെ മറ്റു ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്തേണ്ട വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചില ക്രൈസ്തവ സഭകളും അതിനോട് യോജിക്കുന്നുണ്ട് എന്നുള്ളത് ഖേദകരമായി സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞു വെക്കുന്നത്, മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ മാത്രമല്ല അവർ കവർന്നെടുക്കാൻ പോകുന്നത്. അവരുടെ ലിസ്റ്റിൽ ഇവിടത്തെ ക്രൈസ്തവരുടെ, നമുക്കറിയാമല്ലോ, കർണാടകയില് ഹനുമാൻ സേനയുടെ ഒരു നേതാവുണ്ട്, പ്രമോദ് മുത്തലിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ അടുത്തെന്താ പ്രഖ്യാപിച്ചത്? ക്രൈസ്തവർ, ഒരു നാട്ടിൽ ഒരു ക്രൈസ്തവൻ വന്നാൽ അവൻ അവിടെ വീട് വെക്കും. ആ വീട്ടിൽ അവൻ എന്ത് ചെയ്യും? അവൻ ആദ്യം സ്ഥാപിക്കുന്നത് കുരിശ. ആ കുരിശ് വെച്ച് അവർ അവരുടെ പ്രാർത്ഥന നടത്തും. അങ്ങനെ പ്രാർത്ഥന നടത്തുന്ന മുഴുവൻ ക്രൈസ്തവ ഭവനങ്ങളും ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളയണമെന്ന് ഈ രാജ്യത്തിന്റെ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഹിന്ദുത്വ നേതാവാണ് പ്രമോദ് മുത്തലിക്. ആരെങ്കിലും കേസെടുത്ത? ഏതെങ്കിലും കർണാടകയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരല്ലോ കർണാടകയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേസെടുത്ത, UAPA ചാർത്തിയ 156 പ്രകാരമുള്ള പ്രകാരമുള്ള ജാമ്യമില്ലാത്ത വകുപ്പെടുത്ത് ജയിലിലടച്ച, ഒന്നും ചെയ്തില്ല, ഒന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല സംഘ് പരിവാരത്തിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്.
ക്രൈസ്തവർക്ക് ശേഷം ഈ രാജ്യത്തിന്റെ ബുദ്ധമതക്കാരുടെ ആശ്രമങ്ങൾ തകർക്കുക എന്നുള്ളത് അവരുടെ മറ്റൊരു അജണ്ടയും കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ബാബരി മസ്ജിദിനെ കുറിച്ച് ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു സംഗതി വെക്കുക. പുതിയൊരു സംഗതിയല്ല. ഈ രാജ്യത്ത് ആരാധനാലയ നിയമമുണ്ട്. ആ നിയമം നടപ്പിലാക്കണമെന്നാണ് രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഡിസംബർ 6 ബാബരി മസ്ജിദിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഫാസിസ്റ്റ് വിരുദ്ധ ദിനത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ നീതി നിർവാഹക സംവിധാനങ്ങളോട്, ഇവിടത്തെ ഭരണകൂടങ്ങളോട്, അതിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു, ഈ രാജ്യത്തൊരു നിയമമുണ്ട്. അത് ആരാധനാലയ നിയമമാണ്. ആ ആരാധനാലയ നിയമം ഉണ്ടാക്കിയത് ആരാ? അതൊരു വിരോധാഭാസമാ. അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. 1991 നരസിംഹറാവു ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരാധനാലയ നിയമം ഈ രാജ്യത്തുണ്ടാകുന്നത്. 1992 അതേ നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ബാബരി മസ്ജിദ് തകർക്കുന്നത്. ഈ രണ്ട് വൈരുദ്ധ്യങ്ങളും കോൺഗ്രസ്സുകാരൊന്ന് പരിശോധിക്കലും നല്ലതാ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആരാധനാലയത്തിന്റെ നിയമത്തിൽ എന്താ പറയുന്നത്? ഒന്നാമതായിട്ട് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്തിനെ അടക്കി ഭരിച്ചിരുന്ന വൈദേശിക ശക്തികളോട് ഈ രാജ്യത്തിന്റെ മതം നോക്കാതെ, വർണ്ണം നോക്കാതെ, ജാതി നോക്കാതെ, സമ്പത്ത് നോക്കാതെ, കുലമഹിമയോ തറവാടിത്തമോ നോക്കാതെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തി മുസ്ലിങ്ങളും ദലിതുകളും ആദിവാസികളും പാഴ്സയും ജൈനനും ബുദ്ധനും മതമില്ലാത്തവരും തോളോട് തോൾ ചേർന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി, പോരാട്ടം നടത്തി, വീരരക്തസാക്ഷിത്വം വരിച്ചെടുത്തിട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് ആഗസ്റ്റ് 15 1947 നമുക്ക് ലഭിക്കുന്നത്. ഇന്നിപ്പോൾ എനിക്ക് ഇവിടുന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നത്, ഇവിടെ ഈ തിരുവോരത്ത് നിങ്ങൾക്ക് എന്റെ ശബ്ദം ശ്രവിക്കാൻ, ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്, ഇവിടെ പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാൻ, നിർഭയത്വത്തോടുകൂടി സഞ്ചരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ പൂർവികർ നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യമുണ്ടല്ലോ, 1947 15 നമുക്ക് ലഭിക്കുമ്പോൾ അന്നൊക്കെ എന്തൊക്കെ സ്ഥിതിയാണോ ഈ രാജ്യത്ത്, പള്ളികള്, ചർച്ചുകള്, അമ്പലങ്ങള് ഏതൊക്കെ രൂപത്തിലാണോ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്, ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് നിയമം. ഒന്നാലോചിച്ച് നോക്കാം. ഇതാണ് നിയമം. അത് തന്നെ വളരെ കൃത്യമായിട്ട് ആരാധനാലയ നിയമത്തിൽ പറയുന്നുണ്ട്. കാരണം എന്താ? ഏതെങ്കിലും ഒരു പള്ളിക്കെതിരെ, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനോ ചർച്ചിനെതിരെ ആരെങ്കിലും അവകാശവാദങ്ങൾ ഉന്നയിച്ചു വന്നാൽ അതിനെ തടയിടുന്നതിന് വേണ്ടി, അതിന്റെ പേരിൽ കലാപങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1991 നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ആരാധനാലയ നിയമം കൊണ്ടുവരുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ നിയമം നടപ്പിലാക്കാൻ ഇവിടത്തെ നീതിന്യായ സംവിധാനങ്ങളോ ഭരണകൂടങ്ങളോ തയ്യാറാകുന്നില്ല. അതിന്റെ ദുരന്തമാണെന്നും രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും ഓരോ RSSന്റെ സംഘടനകൾ പുതിയ അവകാശവാദങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത് ഉത്തർപ്രദേശിലെ സംബലയിൽ ഷാഹി മസ്ജിദിന് നേരെ സർവേ നടത്തി. ആ സർവേയുമായി ബന്ധപ്പെട്ട് 6 മുസ്ലിം ചെറുപ്പക്കാർ രക്തസാക്ഷികളായി. ഓരോ ദിവസവും നമ്മൾ രാവിലെ പത്രം നോക്കുമ്പോൾ RSSന്റെ പോഷക സംഘടനകളോ അതിന്റെ നിയമകാര്യങ്ങൾ നടത്തിക്കൊണ്ട് വക്കീലന്മാരോ ഓരോരോ കോടതികൾ ഒരു ഹർജി കൊടുക്കുകയാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദു ക്ഷേത്രമായിരുന്നു. അത് പൊളിച്ചിട്ടാണ് ഇവിടെ മുസ്ലിം പള്ളി പണിതത്.
അത് പഠിച്ചിട്ടാണ് ഇവിടെ ക്രൈസ്തവ ചർച്ച് പണിതത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതികളിൽ റിട്ട് കൊടുക്കുന്നൊരവസ്ഥ. ഇത് തന്നെയാണ് ഉത്തർപ്രദേശിലെ സംബാലിൽ ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ട് 6 ചെറുപ്പക്കാർ രക്തസാക്ഷികളാകേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കപ്പെട്ടത്. എന്താ അവിടെ സംഭവിച്ചത്? ഈ കഴിഞ്ഞ നവംബർ മാസത്തില് കൃത്യമായി പറഞ്ഞാൽ കൃത്യം ഉച്ചക്ക് 12 മണിക്ക് സമയത്ത് ശങ്കർ ജെയിൻ എന്ന് പറയുന്ന RSSകാരനായ വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാവായ ഒരു വക്കീൽ സംബൽ സെഷൻസ് കോടതിയിൽ ഒരു ഹർജി, ഒരു സുട്ട് ഫയൽ ചെയ്യുന്നു, ഒരു ഹർജി കൊടുക്കുന്നു. അതിലെന്താ വിശദീകരിക്കുന്നത്? സംബൽ ഷാഹി മസ്ജിദ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹരിഹര ശങ്കര ക്ഷേത്രമായിരുന്നു എന്ന്, അത് പരിശോധിക്കുന്നതിന് വേണ്ടി ആർജിയോകൾ സർവേ നടത്തുന്നതിന് വേണ്ടി, പുരാവസ്തു ഗവേഷണം നടത്തുന്നതിന് വേണ്ടി അനുമതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കോടതിയിൽ, സെഷൻസ് കോടതിയിൽ ശങ്കർ ജെയിൻ എന്ന് പറഞ്ഞ RSSകാരൻ ഒരു ഹർജി ഫയൽ ചെയ്യുന്നു. ആ ഫയൽ ചെയ്തപ്പോൾ ഉടനെ കോടതി അത് സ്വീകരിക്കുന്നു, ഫയലിൽ മേടിച്ചു വെക്കുന്നു. ഗവൺമെന്റ് വക്കീലുണ്ട് അവിടെ, ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന വക്കീലുണ്ട്. അദ്ദേഹം നിശബ്ദനായി, എതിരായിട്ടൊരു അഭിപ്രായം പറഞ്ഞില്ല, നിശബ്ദനായിട്ടിരുന്നു. എന്താ സംഭവിച്ചത്? ഉടനടി കോടതി ഉത്തരവിടുന്നു അവിടെ സർവേ നടത്താൻ കോടതി, സംബൽ സെക്ഷൻ കോടതി സർവേ നടത്താൻ ഉത്തരവിടുന്നു. മാത്രമല്ല നവംബർ മാസം 29-ാം തീയതിക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് കോടതി സമക്ഷം സമർപ്പിക്കാനായിട്ട് ഉത്തരവിടുന്നു. പിന്നെയെല്ലാം ദ്രുതഗതിയിലാണ് നടന്നത്. അങ്ങനെ അഭിഭാഷക കമ്മീഷനെ കോടതി തന്നെ നിർണയിക്കുന്നു. അങ്ങനെ അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തില് പോലീസുകാരും മറ്റു സംവിധാനങ്ങളുമായിട്ട് ഷാഹി മസ്ജിദിലേക്ക് പുറപ്പെടുന്നു. ഷാഹി മസ്ജിദിൽ എത്തുന്നതിന് ഏകദേശം 5, 6, 10 മിനിറ്റുകൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു സർവേക്ക് കോടതി അനുമതി നൽകിയിട്ടുണ്ട് എന്ന് മുസ്ലിങ്ങളോട്, പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റിക്കാരോട് നോട്ടീസ് പോലും കൊടുക്കുന്നത്. എല്ലാ തയ്യാറെടുപ്പോടുകൂടിയും സർവേ നടത്താൻ നമ്മുടെ അധികാരികൾ ചെന്നപ്പോഴാണ്. ഞാൻ പറഞ്ഞ നീതി നിഷേധത്തിന്റെ, മുസ്ലിങ്ങൾക്കെതിരായ നീതി നിഷേധത്തിന്റെ പ്രകടമായ ഉദാഹരണങ്ങൾ ഒരു ഭാഗത്ത് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ടും എന്താ സംഭവിച്ചത്? മണിക്കൂറുകളോളം അവർ നീണ്ടുനിന്ന ചർച്ച, അവർ സർവേ നടത്തി, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് സർവേ നടത്തി. മുസ്ലിങ്ങൾ ഒരു പ്രശ്നമുണ്ടാക്കിയില്ല, ഒരു തടസ്സവും സൃഷ്ടിച്ചില്ല. അവർ സർവേ നടത്തി, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ തിരിച്ചുപോയി. ഒന്നാമത്തെ സർവേ ആരും അറിഞ്ഞില്ല, ഒരു അന്തി ചാനലുകളും ചർച്ച നടത്തിയില്ല, ഒരു പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല. രണ്ടാമത്തെ സർവേ, വീണ്ടും സർവേ നടത്താനായിട്ടാണ് പിന്നെയും വരുന്നത്. എന്തിനാണ് രണ്ടാമത്തെ സർവേ? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ആ കോടതി ഉണ്ടല്ലോ, ഉത്തർപ്രദേശിലെ സംബലിലെ സെഷൻ കോടതി, ശങ്കർ ജെയിൻ എന്ന് പറഞ്ഞ RSSകാരൻ കൊടുത്ത ആ കേസ് ഉണ്ടല്ലോ, ആ കേസ് വരും ഫയലിൽ സൂക്ഷിക്കാൻ, അത് മേടിക്കാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. ആ ഹർജി വലം ഫയലിൽ സ്വീകരിക്കാൻ പാടില്ല. അത്രക്കും നിയമവിരുദ്ധമായ ഒരു സൂട്ടാണ് അവർ അവിടെ ഫയൽ ചെയ്തിട്ടുള്ളത്. അത് നിയമവിരുദ്ധമായിട്ടൊന്ന് പറയാൻ കാരണം, ഈ 991 നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ ആരാധനാലയ നിയമം വെച്ചിട്ടാണ് അത് നിയമവിരുദ്ധമായിട്ടെന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു കേസോ അങ്ങനെ ഒരു അവകാശവാദമോ ഒരു വിഭാഗത്തിനും ഇന്ത്യ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്ന തരത്തിൽ കൃത്യമായിട്ട് പഴുതുകൾ അടച്ചുകൊണ്ടാണ് ആരാധനാലയ നിയമം രാജ്യത്തുണ്ടായിട്ടുള്ളത്. ആ നിയമത്തിനെ നോക്കുകുത്തിയാക്കി അത് മടക്കി വെച്ചുകൊണ്ട് ആണ് ആ മജിസ്ട്രേറ്റ് ജഡ്ജി ഇത് ഫയൽ സ്വീകരിക്കുകയും അവർക്ക് സർവേ നടത്താനായിട്ടുള്ള അവകാശം വകവെച്ചു കൊടുക്കുകയും ചെയ്തത്. ആ നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഉത്തർപ്രദേശിലെ സംബലിലെ ഷാഹി മസ്ജിദിൽ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ രണ്ടാമതും ചെന്ന ഈ ഉദ്യോഗസ്ഥരെ
ഈ സർവേക്ക് തന്ന ആളുകളെ അവിടുത്തെ വിശ്വാസികൾ തടഞ്ഞു. പണ്ട് ബാബറി മസ്ജിദ് തടയാൻ ചെന്നപ്പോൾ അവിടെ തടയാൻ ആരുണ്ടായിരുന്നില്ല. കാരണം എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ആര് പറഞ്ഞേ? എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ ഭരണകൂടമായ നരസിംഹറാവു ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു. അവിടുത്തെ സംസ്ഥാന സർക്കാർ അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന കല്യാൺ സിംഗിനോ ഞങ്ങൾ നോക്കിക്കൊള്ളാം, അവിടെ ഒരു പ്രശ്നമുണ്ടാകില്ല എന്ന് മുസ്ലിങ്ങളോടും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളോടും പറഞ്ഞു. പക്ഷെ അവർ ഒരു സംരക്ഷണവും കൊടുത്തില്ല. സൈന്യം മാറി നിന്നു. മാത്രമല്ല RSSകാർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു പള്ളി പൊളിക്കാൻ. പക്ഷേ ഷാഹി മസ്ജിദിലേക്ക് രണ്ടാമതും നിയമവിരുദ്ധ സർവേയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ അനധികൃതമായിട്ട് ഉദ്യോഗസ്ഥർ കടന്നു വന്നപ്പോൾ രാജ്യത്തിന്റെ നിയമം നീതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുള്ള അവിടുത്തെ മനുഷ്യന്മാർ അവരതിനെ ചെറുത്തു, അതിനെ തടയാൻ ശ്രമിച്ചു. അങ്ങനെ ധീരരായിട്ട് 6 പേർ അവിടെ രക്തസാക്ഷികളായി എന്നുകൂടി മദീനയിലെ ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട് അവകാശവാദവുമായി ബന്ധപ്പെട്ട് വന്നേക്കാണ്. ഗ്യാൻ പാപ്പി മസ്ജിദ് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര പള്ളികളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഓരോ ദിവസവും അവർ ഇങ്ങനെ അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിശബ്ദമാണ്. ആരെങ്കിലും ഒരു ഹർജിയുമായി വന്നാൽ മതി, അപ്പോൾ കോടതികൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കാം. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ട് മലയാളിയായ പശ്ചിമ ബംഗാളിന്റെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടിട്ട് മലയാളിയായ പശ്ചിമ ബംഗാളിലുള്ളപ്പോൾ ഗവർണർ ബഹുമാനായ ആനന്ദ് ബോസ് ഈ അടുത്തൊരു പ്രസംഗം നടത്തി. ഗാന്ധിയെ കൊന്നത് RSSകാരല്ല. ഞാൻ ആദ്യമൊക്കെ തെറ്റിദ്ധരിച്ചു. ഞാൻ അതിനിപ്പോൾ ഒരു തിരുത്തു വരുത്തുകയാണെന്ന് മലയാളിയായ ആനന്ദ് ബോസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ചില ജഡ്ജിമാർ അവർ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് എങ്ങോട്ടാ? പിന്നെ നമ്മൾ കാണുന്നത് BJP പാളയത്തിലേക്ക്, പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പാളയത്തിലേക്ക്. പിന്നെ അവർ ബുക്ക് എഴുതുന്നു, പിന്നെ അവർ കഥ പറയുന്നു, പ്രസംഗം നടത്തുന്നു. ഞാൻ ഇത്ര വർഷമായിട്ട് സ്വയം സേവകനാണ്. ആ സ്വയം സേവകൻ എന്ന അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നീതി നിർവാഹം നടത്തിയത് എന്ന് നമ്മളോട് പറയുകയാണ്. എന്ത് നീതിയാണ് RSSകാരനായ സ്വയം സേവകനായ, അതിനെ ഉള്ളാൽ ഭരിച്ച, അതിൽ പ്രവർത്തിച്ച ഒരു നീതിന്യായ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മജിസ്ട്രേറ്റിൽ നിന്ന്, പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആ പ്രതീക്ഷകൾക്കാണ് ചിറക് വിരിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ബാബരി മസ്ജിദിൽ അവസാനിക്കുന്ന വിഷയമല്ല. ഇതൊരു ഷാഹി മസ്ജിദിൽ അവസാനിക്കുന്ന വിഷയമല്ല. ഒരു ഗ്യാൻ പാപ്പിയിൽ അവസാനിക്കുന്ന വിഷയമല്ല. ഇപ്പോൾ നമുക്കറിയാലോ, ശബരിമല സീസണിൽ ഇപ്പൊ പുതിയ വാദവും RSS വന്നു. പുതിയൊരു എൻഡിട്ട് വെച്ചിട്ടുണ്ട്. എന്താണ്? കോട്ടയം ജില്ലയിലെ ശബരിമലയ്ക്ക് തൊട്ടടുത്തുള്ള അവിടെ ഒരു പള്ളിയുണ്ട്, വാവര് പള്ളി. നമ്മുടെ സംസ്ഥാനവും കലുഷിതമാക്കാൻ പുതിയ തന്ത്രവുമായിട്ട് അവർ വരികയാണ്. അവിടെ ഒരു വാവരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒന്നൊന്നായിട്ട് അവകാശപ്പെട്ട് ഇല്ലാതാക്കി തകർത്ത് ഈ രാജ്യത്തിനെ എങ്ങോട്ടാണ് അവർ കൊണ്ടുപോകുന്നതെന്ന് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ആയിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ മതേതര കക്ഷികൾക്ക് സാധ്യമായിട്ടില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഈ സംഗമത്തിലൂടെ ഞങ്ങൾ പറയുന്നു, ഇനിയും ഒരു മസ്ജിദ് തകർക്കാൻ അനുവദിക്കരുത്. മതേതരത്വത്തിനെ കുറിച്ച് പറയുന്നവർ, നീതിയെക്കുറിച്ച് പറയുന്നവർ, തുല്യ നീതിയെക്കുറിച്ച് പറയുന്നവർ, ആ പറച്ചിലിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ രാജ്യത്ത്
ആരാധനാലയ നിയമം കൃത്യമായി നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യം കലുഷിതമായ ഒരു അവസ്ഥയിലേക്ക് പോകും. ഈ രാജ്യം കലാപങ്ങളിൽ കൂടുതൽ കൂടുതൽ കലുഷിതമായത്തിലേക്ക് പോകും. ഒരുപാട് പേരാളുകൾ രക്തസാക്ഷികളാകും. ഒരുപാട് മുതലുകൾ കൊള്ളയടിക്കപ്പെടും. ഇപ്പൊ ഷാഹി മസ്ജിദിൽ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ടിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് സ്ഥാപനങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടത്. അതൊന്നും വാർത്തയായിട്ടില്ല. ഇന്റർനെറ്റ് നിരോധിച്ചു. എംപിമാർക്ക് പ്രവേശനമില്ല, പത്രക്കാർക്ക് പ്രവേശനമില്ല, സാമൂഹ്യ പ്രവർത്തകർക്ക് പ്രവേശനമില്ല. യു.പിയിൽ പോലീസുകാർ വളഞ്ഞു കെട്ടിയേക്കുക. കാരണം അവിടെ നിന്ന് വാർത്തകൾ വരാൻ പാടില്ല. നൂറുകണക്കിന് സ്ത്രീകൾ തന്റെ ഭർത്താക്കന്മാരും നമസ്കരിക്കാൻ പോയപ്പോൾ അവിടെ നടന്ന വിഷയത്തിൽ പ്രതിഷേധിച്ചപ്പോൾ അതിന്റെ പേരിൽ ഭർത്താക്കന്മാരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അവിടെ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലേക്ക് കാഷായ വസ്ത്രധാരിയായ ഒരു സന്യാസിനി മുഖ്യമന്ത്രിയായിട്ടുള്ള യു.പിയിലെ പോലീസ് കയറി ചെന്നിട്ട് അവിടുത്തെ മുസ്ലിം സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ജയിലിലടച്ചേക്കാണ്. ഒരാളും ചോദിക്കാനില്ല, ഒരാളും പറയാനില്ല, ഒരു പ്രതിഷേധം പോലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത്? എന്ത് മതേതരത്തെ കുറിച്ചിട്ടാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് സാഹോദര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുസ്ലിങ്ങൾക്കില്ലാത്ത, ക്രൈസ്തവർക്കില്ലാത്ത, ഇവിടുത്തെ ദളിതുകൾക്കില്ലാത്ത എന്ത് സാഹോദര്യത്തെ കുറിച്ചാണ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചോദിക്കണ്ടേ? മറുപടി പറയണ്ടേ? നമുക്ക് നീതി വേണ്ടേ? ഈ രാജ്യത്ത് ജനിച്ചവരല്ലേ മുസ്ലിങ്ങൾ? ഈ രാജ്യത്ത് നികുതി കൊടുക്കുന്നവരല്ലേ മുസ്ലിങ്ങൾ? ഈ രാജ്യത്ത് വിദ്യാഭ്യാസം നേടുന്നവരല്ലേ ഇവിടുത്തെ ക്രൈസ്തവർ, മറ്റു ജനവിഭാഗങ്ങൾ? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ പീഡനത്തിന് ഇരയാവേണ്ടവരാണോ ഇവർ? ആരാണ് ഇവർക്ക് വേണ്ടി ശബ്ദിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചാൽ അത് തീവ്രവാദമാ. മുസ്ലിങ്ങൾ സംഘടിക്കാൻ പാടില്ല. ഗോവിന്ദ മാഷറുടെ വരട്ട് തത്വമുണ്ടല്ലോ, പിണറായി വിജയന്റെ വരട്ട് തത്വം, കമ്മ്യൂണിസത്തിന്റെ വരട്ട് തത്വം, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നാണ് പറയുന്നത്. എങ്ങനെ സഖാവെ ശരിയാകാം? എങ്ങനെയാണ് സഖാവെ ശരിയാകാം? മുസ്ലിങ്ങൾ ആരെയും പള്ളി ആക്രമിച്ചല്ല, ഒരു ക്ഷേത്രവും ആക്രമിച്ചിട്ടില്ല, ഒരു ഹിന്ദു പുരോഹിതനെയും കൊന്നിട്ടില്ല, ഒരു ഹിന്ദുക്കളെയും മുതലും കൊള്ളയടിച്ചിട്ടില്ല. ഇവിടെ ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ആദർശമായിട്ട് ഇവിടത്തെ മുസ്ലിങ്ങളെ ന്യൂനപക്ഷം എന്നാ പറയാ? ഒരു സമീകരണമുണ്ടല്ലോ, രണ്ടും അപകടമാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ ആ പറച്ചിലാണ് അപകടം. കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങളുടെ ആ പറച്ചിലാണ് അപകടം എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളാണ് ഇവിടെ വേർതിരിവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നു, ഈ രാജ്യത്തെ അപകടം അത് RSS ആണ്. മറ്റൊരപകടം നിങ്ങളുടെ നിശബ്ദതയാണ്. RSSനെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ മറ്റൊരു അപകടം. നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം പട്ടിണിയില്, ദാരിദ്ര്യത്തില് ഏറ്റവും ഇങ്ങനെ കൂപ്പുകുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടയൽവക്ക രാജ്യങ്ങളായ ശ്രീലങ്ക, ബംഗ്ലാദേശ് ആഭ്യന്തര യുദ്ധങ്ങളാൽ കലുഷിതമായ, കലാപങ്ങളാൽ കലുഷിതമായ രാജ്യങ്ങളിൽ എത്രയോ മുന്നോട്ട് അവർ പോയി. ആ രാജ്യത്തെ മനുഷ്യ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി അവിടെ രാജ്യത്തിന്റെ വികസനത്തിനെ ശ്രേണിയിലെത്തിക്കാൻ, ദാരിദ്ര്യം മാറ്റാൻ, പട്ടിണി മാറ്റാൻ ഭരണകൂടങ്ങൾക്ക് സാധിച്ചു. പക്ഷെ നമ്മുടെ രാജ്യത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എത്രയാണ്? വിലക്കയറ്റം രൂക്ഷമാണ്. ഗ്യാസിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കച്ചവടം ചെയ്യുന്ന, വാണിജ്യ ഗ്യാസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് കച്ചവടം നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്.
കച്ചവടക്കാർ കൊടുക്കുന്ന സെസ്സിനനുസരിച്ചിട്ടുള്ള യാതൊരു സംഗതിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമല്ല. ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ എന്താ പറയുന്നത്? കേന്ദ്ര സർക്കാർ എന്താ പറയുന്നത്? ഞങ്ങൾ പട്ടിണിയിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുമെന്നല്ല പറയുന്നത്. വീടില്ലാത്തവർ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുമെന്നല്ല പറയുന്നത്. ഗ്യാസിന്റെ വില കുറക്കുമെന്നല്ല പറയുന്നത്. പെട്രോളിന്റെ വില കുറക്കുമെന്നല്ല പറയുന്നത്. മറിച്ച് അവർ പറയുന്നത് എന്താ? അവർ പറയുന്നത് ഈ രാജ്യത്ത് ഞങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കും. ഈ രാജ്യത്ത് ഞങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കും. ഈ രാജ്യത്തെ വഖഫ് ബോർഡ്, നിലവിലുള്ള വഖഫ് ബോർഡ്, ആ നിയമം ഞങ്ങൾ തിരുത്തും. ഞങ്ങളുടെ ചർച്ച ആക്ട് കൊണ്ടുവരും. ഞങ്ങളുടെ പൗരത്വ ബില്ല് കൊണ്ടുവരും. അങ്ങനെ രാജ്യത്തെ പൗരന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ചില മതവിഭാഗങ്ങളെ അന്യവൽക്കരിച്ചുകൊണ്ട് അവരെ തടവിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് രാജ്യത്ത് പുരോഗതി ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല ഭരണകൂടം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിശബ്ദരായിട്ടിരിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ പറഞ്ഞതിന്റെ പേരിൽ, സോഷ്യൽ മീഡിയയിൽ എഴുതിയതിന്റെ പേരിൽ, മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ ഇന്ന് പല രാജ്യസ്നേഹികളും ജയിലില്ല. പല ആളുകളും ജയിലില്ല. രാജ്യത്ത് കലുഷിത അവസ്ഥ ഉണ്ടാക്കുന്ന, മതവിദ്വേഷം വരുത്തുന്ന, അക്രമമുണ്ടാക്കുന്ന പല ആളുകളും സ്വൈരവിഹാരമായിട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ രാജ്യത്ത് ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. അവർ RSS അതിന്റെ അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ്. അവരൊന്നൊന്നായി ആവനാഴിയിലെ ഓരോ അസ്ത്രങ്ങളും അവർ തൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ പുതിയ അസ്ത്രങ്ങളുമായി അവർ മുന്നോട്ട് വരുമ്പോൾ ആ അസ്ത്രത്തെ തടുക്കാൻ ജനകീയമായ ശക്തി നമുക്ക് ആർജിച്ചെടുക്കേണ്ടതുണ്ട്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് മുനമ്പം വഖഫ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയുണ്ടല്ലോ, RSSന് വളമേകുന്നതാ. മുനമ്പം വഖഫ് സ്വത്ത്, അത് വഖഫ് സ്വത്തല്ല എന്നാണ് VD സതീശൻ ആധികാരികമായിട്ടാ പറയുന്നത്. എവിടെ പോയിട്ടാ പറയുന്നത്? മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ കുടിയൊഴിപ്പിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അവിടെ താമസിക്കുന്ന സ്ഥിരം താമസക്കാരായ ഒരു പറ്റം മനുഷ്യർ സമരം നടത്തുന്ന സമരപന്തലിൽ പോയി എരിതീഴിയിൽ എണ്ണയൊഴിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം എന്താ പറയുന്നത്? മുനമ്പം വഖഫ് ഭൂമി, അത് വഖഫല്ല. എവിടെന്നാ ഇയാളിത് പറയുന്നത്? എന്ത് ആധികാരിക രേഖ വെച്ചിട്ടാ ഇയാൾ പറയുന്നത്? അത് പറയുന്ന സ്ഥലമേതാ? അത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്ന രണ്ട് കക്ഷികളോ നമ്മുടെ രാജ്യത്തുള്ളൂ, നമ്മുടെ സംസ്ഥാനത്തുള്ളൂ. അതൊന്ന് ഹിന്ദുത്വ സംഘടനകളാ, മറ്റൊന്ന് കാസയ. ഈ രണ്ട് സംഘടനകളെ അല്ലാണ്ട് മുനമ്പത്തെ ഭൂമി വഖഫല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. മൂന്നാമതൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ കോൺഗ്രസിന്റെ നേതാവായ കേരളത്തിന്റെ ബഹുമാനനായ VD സതീശൻ MLA, പ്രതിപക്ഷ നേതാവായ VD സതീശനാണ്. ഞങ്ങൾ പറയുന്നു, നമ്മുടെ രാജ്യത്തെ മുഴുവൻ വഖഫും അതിന്റെ ആ വഖഫ് സംരക്ഷണം, അതിന്റെ സ്വത്തുകൾ, അത് മുഴുവൻ സംരക്ഷിക്കപ്പെടണം തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നിലപാട്. അതിൽ വെള്ളം ചേർത്തിട്ടില്ല. പക്ഷെ അവിടെ വഖഫ് ഭൂമിയായി എന്ന് പോലും അറിയാതെ, അത് വഖഫ് ഭൂമിയല്ല, അല്ലെങ്കിൽ വഖഫ് ഭൂമിയാണ് എന്നറിയാതെ അവിടെ പൈസ കൊടുത്ത് കരമടിച്ച് വർഷങ്ങളായി താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരെ പുനരധിവസിപ്പിക്കണം. അത് സർക്കാർ ചെയ്യണം. അതാണ് പറയേണ്ടത്.
അതാണ് നിലപാട്. അതല്ലാണ്ട് അവിടെ പോയിട്ട് ഇത് വഖഫ് ഭൂമിയല്ല എന്നല്ല പറയേണ്ടത്. കാരണം കേരളത്തിലെ മുനമ്പത്തെ പറവൂർ മുനിസിപ്പൽ കോടതിയും കേരളത്തിലെ ബഹുമാനായ ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വഖഫ് ബോർഡും അസന്നിഗ്ധമായി രേഖകൾ വെച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മുനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമിയാണ്. അതിൽ ഇത്ര ഏക്കർ കടലെടുത്തു പോയി, ഇത്ര ഏക്കർ ബാക്കിയുണ്ട്, ഇന്ന ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്, ഇത്ര ആൾക്കാർ അവിടെ കയ്യേറ്റക്കാരുണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാതെ, അതല്ലെങ്കിൽ അത് ബോധപൂർവവും BD സതീശനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ബോധപൂർവവും അത് മറച്ചു വെച്ചുകൊണ്ടാണ് മുനമ്പത്തെ ഭൂമി, മുനമ്പത്തെ വഖഫ് ഭൂമി അത് വഖഫല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവർ സംഘപരിവാരത്തിന്റെ അജണ്ടകൾ അനുസരിച്ച് അവരൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് അവർക്ക് പ്രാധാന്യം. ആ ലക്ഷ്യത്തിന്റെ പ്രാധാന്യത്തിൽ ഒന്നാണ് അവരെഴുതി വെച്ചത്, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇല്ലാണ്ടാകണമെന്നുള്ളത്. മുസ്ലിങ്ങൾ ഇല്ലാതാകുക മാത്രമല്ല, മുസ്ലിങ്ങളുടെ സംസ്കാരങ്ങൾ ഇല്ലാതാകണം, മുസ്ലിങ്ങളുടെ ചിഹ്നങ്ങൾ ഇല്ലാതാകണം, അവരുടെ ആരാധനാലയങ്ങൾ ഇല്ലാതാകണം, അവർ ഇവിടെ കെട്ടിപ്പടക്കിയിട്ടുള്ളത് എന്താണോ അതില്ലാതാകണം. അതാണ് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, ക്രൈസ്തവര് അവരുടെ കെട്ടിപ്പടുക്കിയ ചിഹ്നങ്ങൾ എന്താണ്, അവർ തന്നെ ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാകണം. അതുകൊണ്ടാണ് മണിപ്പൂരും ഇന്നും അശാന്തമായിട്ട് നിൽക്കുന്നത്. മണിപ്പൂരിൽ പ്രശ്നം അവസാനിപ്പിക്കാൻ ഭരണകൂടത്തിന് തയ്യാറല്ലാത്തത് അതുകൊണ്ടാണ്. അപ്പൊ ഒന്നൊന്നായിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറയുക മാത്രമല്ല, അവർ ഈ രാജ്യത്തത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നമ്മൾ വസ്തുതാപരമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ബാബരി മസ്ജിദിന്റെ വിധി വന്നപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞത് എന്താ? അന്ന് നമ്മൾ പറഞ്ഞത് ഇന്ന് ശരിയാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ വിധിയുടെ ചുവട് പിടിച്ചിട്ടാണ് ഇപ്പോൾ ഓരോ കോടതികളിലും സംഘപരിവാരത്തിന്റെ വക്കീലന്മാർ നീങ്ങിക്കൊണ്ട് കേസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും നമ്മൾക്കിതിനെ ചെറുക്കേണ്ടതുണ്ട്. ആ ചെറുത്തുനിൽപ്പിനെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വിശ്വസിക്കുന്ന, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഈ രാജ്യത്തിന്റെ സോഷ്യലിസത്തെയും വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും സംഘടിക്കേണ്ടയും അവർ ചേർന്ന് നിൽക്കൊണ്ട് ഈ പോരാട്ടത്തിന് അണിനിരക്കണമെന്നുമാണ് ഈ സംഗമത്തിലൂടെ, ഈ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമത്തിലൂടെ ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. RSSനെ നിങ്ങൾ അത്ര ചെറുതായി കാണരുത്, അവരുടെ ലക്ഷ്യത്തിന് നിങ്ങൾ കൊച്ചായി കാണരുത്. അവരിന്നല്ലെങ്കിൽ ഇന്ന് വഖഫ്, നാളെ ഏക സിവിൽ കോഡ്, മറ്റത്തെ പൗരത്വം, ഒന്നൊന്നായി ഇങ്ങനെ ഒരു വരും. അപ്പോൾ നിശബ്ദരായിരിക്കാതെ ഭരണഘടനയെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന, മതേതരത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും ഒരുമിച്ച് നിന്ന് പോരാടിയാൽ മാത്രമേ നമ്മൾക്ക് ഈ രാജ്യത്തിന്റെ പൈതൃകം തിരിച്ചു പിടിക്കാൻ സാധ്യമാകൂ എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് ഒരുമയോടെ നമ്മൾക്ക് പോരാടാം. ബാബരിക്ക് വേണ്ടി, ബാബരി രക്തസാക്ഷി ദിനമായ ഈ ഡിസംബർ 6 നമ്മൾക്ക് ഒരുമിച്ച് പറയാം, ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. നീതി പുലരും കാലം വരുന്നതുവരെ ഈ രാജ്യത്തെ നിർഭയത്വത്തോടുകൂടി ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ സഹോദരം സംരക്ഷിക്കാൻ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒരുമിച്ച് പോരാടാൻ മുഴുവൻ മനുഷ്യരെയും, മതമുള്ളവനെയും മതമില്ലാത്തവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പോരാട്ടത്തിലൂടെ, നിയമപരമായ ജനാധിപത്യ പ്രക്ഷോഭത്തിലൂടെ നേടിയെടുക്കാൻ ഒരുമിച്ച് പോരാടാമെന്ന ആഹ്വാനത്തോടെ എന്ന് പ്രതിജ്ഞകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് സോഷ്യൽ ഡെമോക്രസി.